എല്ലാ കൂട്ടുകാർക്കും ഓട്ടോമേഷൻ എഞ്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നു എത്ര മെത്തേഡ്സ്, എത്ര രീതിയിൽ നമുക്ക് പോസ്റ്റ്മാനിൻ്റെ വർക്ക് സ്പേസ് നമ്മൾ ആഡ് ചെയ്താക്കുന്ന കളക്ഷൻ റൺ ചെയ്യാം എന്നുള്ളതാണ്. ടോട്ടലി 5 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് മാനുവൽ ആയിട്ട് റൺ മാനുവലി. സെക്കൻഡ് സ്കെഡ്യൂൾ റൺസ്, അതായത് നമുക്ക് ഒരു കളക്ഷൻ്റെ എക്സിക്യൂഷൻ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അടുത്ത ഓട്ടോമേറ്റ് റൺസ് വയ CLI കമാൻഡ് ലൈൻ ഇൻ്റർഫേസിലൂടെ പോസ്റ്റ്മാൻ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ് ഉണ്ട്, അത് യൂസ് ചെയ്ത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് മോണിറ്റേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, പിന്നെ ന്യൂമാൻ. അങ്ങനെ 5 രീതിയിലൂടെ നമുക്ക് ഒരു പോസ്റ്റ്മാൻ കളക്ഷൻ റൺ ചെയ്യാൻ പറ്റും. ഈ 5 മെത്തേഡ്സ് ഒറ്റ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, പകരം 5 സെപ്പറേറ്റ് വീഡിയോയിൽ ആയിരിക്കും ഞാൻ കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടിപ്പോകും. അപ്പം ഈ വീഡിയോയിലൂടെ മാനുവൽ ഓപ്ഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ എന്തൊക്കെയാണെന്നായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി കറക്റ്റ് ആ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പോസ്റ്റ്മാൻ ഓപ്പൺ ചെയ്യുന്നു. ഇതാണ് ഞാൻ റൺ ചെയ്യാൻ പോകുന്ന കളക്ഷൻ, ജേസൺ സെർവർ കളക്ഷൻ. ഇതിൻ്റെ അത് 2 ഫോൾഡർ ഉണ്ട്. ഒന്ന് ക്രെഡ് എന്നുള്ളൊരു ഫോൾഡർ, അതിൻ്റെ അകത്ത് ഒരു ക്രെഡ് ആപ്ലിക്കേഷൻ്റെ ക്രിയേറ്റ്, ഗെറ്റ്, പുട്ട്, ഡിലീറ്റ് ഒക്കെയാണ്. അടുത്ത DDT എന്നൊരു ഫോൾഡറിനകത്ത് ഡാറ്റ ഡ്രിവൺ ടെസ്റ്റിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഒരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. ഇനി ഇത് എങ്ങനെ മാനുവലി ഈ കളക്ഷൻ റണ്ണർ യൂസ് ചെയ്ത് റൺ ചെയ്യുമെന്ന് നോക്കാം. ഈ വ്യൂ മോർ ആക്ഷൻസ് ഉള്ള ബട്ടനെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം റൺ കളക്ഷനെ ക്ലിക്ക് ചെയ്യുക. ചൂസ് ഹൗ ടു റൺ യുവർ കളക്ഷൻ ആണ് കാണിക്കുക. റൺ മാനുവലി ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ അകത്ത് റൺ കോൺഫിഗറേഷൻസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അത് ഐട്രേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര തവണ ഈ 5 റിക്വസ്റ്റുകളും റൺ ചെയ്യണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ ഐട്രേഷൻ 1 ആണ്, അതായത് ഈ ഓരോ റിക്വസ്റ്റ് ഒരു തവണ മാത്രമേ എക്സിക്യൂട്ട് ആവുള്ളൂ. മറിച്ച് ഇത് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 തവണ എക്സിക്യൂട്ട് ആവും. പിന്നെ ഡിലേ എന്നുള്ളത് ഓരോ റിക്വസ്റ്റും ഹിറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ റിക്വസ്റ്റും തമ്മിലുള്ള ഹിറ്റ് ചെയ്യുന്ന, സെർവറെ ഹിറ്റ് ചെയ്യുന്നതിന് ഇടയ്ക്കുള്ള ആ ഒരു ടൈം ഡിലേ ആണ് ഡിലേ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പം ഇവിടെ 0 ആണ്, അതായത് റിക്വസ്റ്റ് ഹിറ്റ് ചെയ്ത് അന്നേരം തന്നെ അടുത്ത റിക്വസ്റ്റ് ഹിറ്റ് ആവും. പകരം നമ്മളിപ്പോൾ ഇവിടെ ഒരു 4000 മില്ലി സെക്കൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കളക്ഷനകത്ത് ഫസ്റ്റ് ക്രിയേറ്റ് പോസ്റ്റ് റിക്വസ്റ്റ് ഹിറ്റ് ചെയ്ത് 4 സെക്കൻഡിന് ശേഷം മാത്രമേ ഗെറ്റ് പോസ്റ്റ് ഡീറ്റെയിൽസ് ഹിറ്റ് ആവുള്ളൂ. അങ്ങനെ ആ ഓരോ റിക്വസ്റ്റിനിടയ്ക്ക് 4 സെക്കൻഡ് ഗ്യാപ്പിൽ മാത്രമേ റിക്വസ്റ്റ് എക്സിക്യൂട്ട് ആവുള്ളൂ. പിന്നെയുള്ള ഡേറ്റ എന്നുള്ള ഒരു ഇൻപുട്ട് ബോക്സ് ആണ്. ഇൻപുട്ട് ബോക്സിൽ ഒരു ഫയൽ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അപ്പം ഇവിടെ നമ്മൾ ഡേറ്റ ഡ്രിവൺ ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഫയൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സെക്ഷനാണ്. അപ്പം ഞാനിവിടെ ടെസ്റ്റ് ഡേറ്റ 2 എന്നുള്ള സെലക്ട് ചെയ്യും. അത് 2 ഡേറ്റ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോസ്റ്റ്മാൻ തന്നെ ഐട്രേഷൻ്റെ കൗണ്ട് 1 നിന്ന് 2 ആക്കി മാറ്റും. കാരണം ഈ ടെസ്റ്റ് ഡേറ്റ 2 എന്നുള്ള ഫയലിനകത്ത് 2 സെറ്റ് ഓഫ് ഡേറ്റ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. തന്നെ ഐട്രേഷൻ്റെ വാല്യൂ 1 നിന്ന് 2 ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഡേറ്റ പ്രിവ്യൂ ചെയ്യുമ്പോൾ കാണാൻ 2 സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ടെന്ന്. അതുപോലെ അഡ്വാൻസ് സെറ്റിങ്സ് എന്ന സെക്ഷൻ ഉണ്ട്. റെസ്പോൺസ് സേവ് ചെയ്യാൻ, വേരിയബിൾ വാല്യൂസ് കീപ്പ് ചെയ്യാൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. കളക്ഷൻ വിത്തൗട്ട് സ്റ്റോർഡ് കുക്കീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. റൺ ജസ്റ്റ് സെർവർ കളക്ഷൻ ഉള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ പോസ്റ്റ് റിക്വസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഡിലേ നമുക്ക് കാണാം. 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അടുത്ത റിക്വസ്റ്റ് ഹിറ്റായി. അതിനുശേഷം അടുത്ത റിക്വസ്റ്റ്, ഏറ്റവും അവസാനം ഡേറ്റ ഡ്രിവൺ ടെസ്റ്റിങ്ങിൻ്റെ ആ ക്രിയേറ്റ് പോസ്റ്റ് DDT എന്നുള്ള പോസ്റ്റ് റിക്വസ്റ്റ് ഹിറ്റായി. അതിനുശേഷം ഐട്രേഷൻ 2 സ്റ്റാർട്ട് ചെയ്യുന്നു. വീണ്ടും അതേ ഓർഡറിൽ തന്നെ പോകുന്നു. ആ 4 സെക്കൻഡ് ഗ്യാപ്പിൽ തന്നെ ബാക്കിയുള്ള റിക്വസ്റ്റുകളും ഹിറ്റാവുന്നു. ഐട്രേഷൻ 1, ഐട്രേഷൻ 2 സ്റ്റാർട്ട് ചെയ്തു. ഒരു റിക്വസ്റ്റും കൂടെ ഹിറ്റാകാനുണ്ട്, അത് ഹിറ്റായി. റണ്ണിങ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ സമ്മറി ഡീറ്റെയിൽസ് കാണാം. അതിന് മുമ്പ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ടെസ്റ്റ് കേസ് ഉണ്ടോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഏതൊക്കെയായിരുന്നു, അതിൻ്റെ എല്ലാം തന്നെ പാസ്സായിട്ടുണ്ട്. ഫെയിൽഡ് ടെസ്റ്റ് കേസ് ഒന്നുമില്ല. പാസ്റ്റ് കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഫെയിൽഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കാണിക്കും. സ്ക്രിപ്റ്റ് ഒന്നുമില്ല. പിന്നെ ഉള്ളത് വ്യൂ സമ്മറി എന്നൊരു സെക്ഷൻ ഉണ്ട്. ഈ വ്യൂ സമ്മറിക്കകത്ത് ഓരോ ഐട്രേഷനകത്തെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ഐട്രേഷൻ ഏതൊക്കെ റിക്വസ്റ്റ് റൺ ചെയ്ത്, സെക്കൻഡ് ഐട്രേഷൻ, അങ്ങനെ 5-6 ഐട്രേഷൻ ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. വീണ്ടും ഒന്നുകൂടെ റൺ ചെയ്യണമെങ്കിൽ നമുക്ക് റൺ അഗെയിൻ എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്താൽ മതി. ന്യൂ റൺ എന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അപ്പോൾ വീണ്ടും ഈ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ്
കളക്ഷൻസ് റൺ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ അകത്തൊരു എക്സ്പോർട്ട് റിസൾട്ട് എന്നൊരു സെക്ഷൻ ഉണ്ട്. അത് ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാം. ഞാൻ ഈ ഡിലേ 0 ആക്കുവാണ്. 0 ആക്കി കഴിഞ്ഞ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് 2 ഐറ്ററേഷൻ കംപ്ലീറ്റ് ആവും. പെട്ടെന്ന് റിസൾട്ട് എക്സിക്യൂട്ട് ആയി. പിന്നെ എക്സ്പോർട്ട് റിസൾട്ട് എന്ന സെക്ഷൻ ഉണ്ട്. ഒരു ജേസൺ സെർവറിൻ്റെ ആ ഒരു എക്സ്പോർട്ട് റിസൾട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ജേസൺ ഫോർമാറ്റിൽ എക്സ്പോർട്ട് ആവും. അപ്പോൾ ഇത്ര ഓപ്ഷൻസ് ആണ് മാനുവലായിട്ട് കളക്ഷൻ റൺ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ബാക്കിയുള്ള മെത്തേഡ്സ് അടുത്ത വീഡിയോസ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിൾ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.